മിഡിൽ ഈസ്റ്റിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള യുദ്ധം ഇപ്പോൾ അറബ് ലോകത്തേക്കും പടരുകയാണ്. ഇസ്രയേൽ യുദ്ധത്തിന്റെ മറവിൽ ഇറാൻ യഥാർത്ഥത്തിൽ ലക്ഷ്യമിടുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണെന്നത് യാതൊരു ഒളിയും മറയുമില്ലാതെ തന്നെ ഇപ്പോൾ വ്യക്തമാവുകയാണ്. യുടെ എണ്ണക്കപ്പലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തോടെ ഗൾഫിൽ ചോര വീണിരിക്കുകയാണ്. ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുന്നിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുന്നു. ഹോർമൂസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയുടെ അഥവാ അഡ്നോക്കിന്റെ വാണിജ്യ കപ്പലിന് നേരെയാണ് ശനിയാഴ്ച പുലർച്ചെ ഇറാൻ നേരിട്ട് മിസൈൽ വർഷിച്ചത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ജീവനക്കാർ രക്ഷപ്പെട്ടത്. ഇറാന്റെ ഈ തീവ്രവാദ നീക്കത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് UAE വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചത്. UAE ലക്ഷ്യമിട്ടുള്ള ഈ ശത്രുതാപരമായിട്ടുള്ള ആക്രമണം ഐക്യരാഷ്ട്രസഭാ പ്രമേയങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അബുദാബി ഭരണകൂടം ഇറാന് കർശന താക്കീത് നൽകി കഴിഞ്ഞു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. അമേരിക്കയും ഇസ്രയേലുമായി ഇറാൻ തുടങ്ങിയ സംഘർഷം ഇപ്പോൾ നിരപരാധികളായ കപ്പൽ ജീവനക്കാർക്ക് നേരെയുള്ള വേട്ടയാടലായി മാറിയിരിക്കുകയാണ്. ഇതിനകം അഡ്നോക്കിന്റെ 15 കപ്പലുകൾക്ക് നേരെയാണ് ഇറാൻ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും 20 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ലോക സമാധാനത്തെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന ഒരു തീവ്രവാദ രാഷ്ട്രത്തെ പോലെയാണ് ഇറാൻ ഇപ്പോൾ പെരുമാറുന്നത്. ലോകത്തിലെ എണ്ണവാതക വിതരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാഡീഞരമ്പായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. ഇവിടെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുന്നതിലൂടെ ആഗോള ഇന്ധന വിതരണം സ്തംഭിപ്പിക്കാനും എണ്ണവില കുത്തനെ ഉയർത്താനുമുള്ള ഇറാന്റെ ഗൂഢാലോചനയാണ് ഇതിലൂടെ അവർ നടപ്പിലാക്കുന്നത്. ഇസ്രയേലിനോടുള്ള വൈരാഗ്യം തീർക്കാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ സുഹൃത്ത് രാജ്യങ്ങളിലൊന്നും അമേരിക്കയുടെ സഖ്യരാഷ്ട്രവുമായിട്ടുള്ള UAE ഇറാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ ഈ പ്രകോപനങ്ങൾ അതിരുകടക്കുന്നതോടെ മിഡിൽ ഈസ്റ്റ് സർവനാശത്തിന്റെ മറ്റൊരു വൻ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. ഹോർമൂസിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ വീണ്ടും ആക്രമണം അഴിച്ചുവിടുമ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഇനി എന്ത് എന്ന വലിയ ചോദ്യം മാത്രമാണ് ലോകത്തിന് മുന്നിൽ അവശേഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.